എന്റെ ഭർത്താവ് 18 വയസ്സ് മുതൽ പുകയില ചവയ്ക്കുമായിരുന്നു. അതുമൂലം ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ക്യാൻസർ എന്ന മാരക രോഗം അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഏക വരുമാനം അദ്ദേഹത്തിന്റെ ജോലി മാത്രമാണ്. കുടുംബത്തിന്റെ ഭാവി എന്താകുമെന്നോർത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പുകയില ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പാൻ മസാല പുകയില ജീവിതം നശിപ്പിക്കുന്നു. പുകയില ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 വിളിക്കുക. ജനങ്ങൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ്. സിറ്റിയിലും ഗ്രാമങ്ങളിലും കൊറോണ ബാധിതരുടെ എണ്ണം ദിവസം കൂടുന്തോറും വർദ്ധിപ്പിക്കുന്നതിനാൽ സെൻട്രൽ ഒപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊറോണ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിനാൽ പൊതുജനങ്ങൾ ഇതെല്ലാം പാലിക്കണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു കാരണങ്ങളുമില്ലാതെ പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നതും ഉത്സവങ്ങളിലും മാർക്കറ്റുകളിലും ജനങ്ങൾ ഒന്നുകൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അത്യാവശ്യമായി വേണ്ടപ്പെട്ട മരുന്ന് ഷോപ്പുകൾ, അതായത് മെഡിക്കൽ ഷോപ്പ്, പലചരക്ക് കടകൾ, പാൽ, പഴങ്ങൾ, ഒപ്പം പച്ചക്കറി കടകൾ അല്ലാതെ ബാക്കിയുള്ള എല്ലാ കടകളും മുഴുവനുമായും അടയ്ക്കപ്പെടും. അതോടൊപ്പം കൊറോണ ബാധിച്ചവർ ഒരിക്കലും വീട് വിട്ട് പുറത്തു വരാൻ പാടില്ല. എല്ലാ മതകേന്ദ്രങ്ങൾക്കും ഉത്സവം ഒപ്പം മറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാക്കരുത് എന്ന് അറിയിക്കുന്നു. മെഡിക്കൽ ഒപ്പം എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലാത്ത ആരും പുറത്തിറങ്ങി നടക്കരുത്. ശ്രദ്ധിക്കണം. ഓട്ടോ, ഓല, ഊബർ, മറ്റുള്ള എല്ലാ ടാക്സികളും പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സർക്കാരിന്റെ ഉത്തരവാണ്. സിനിമാ തിയേറ്റർ, പബ്ബുകൾ, ബാർ, ഒപ്പം റെസ്റ്റോറന്റ് ഇതെല്ലാം പൂർണ്ണമായും അടയ്ക്കപ്പെടണം. സ്വിമ്മിംഗ് പൂൾ, ജിം, കോച്ചിങ് സെന്റർ, ഒപ്പം കോളേജുകൾ, സ്കൂളുകൾ നടത്താൻ പാടില്ല. ഇത് മുഖേന സെൻട്രൽ ഗവൺമെന്റ് ജനങ്ങളോട് സാമൂഹിക അകലം പാലിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ഹലോ, ഞാൻ തനുജയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു. അവളുടെ നീറ്റ് ആപ്ലിക്കേഷൻ റിജക്ട് ആയിരിക്കുന്നു. സോറി സർ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ സർ. നീ നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ?
ഡീറ്റെയിൽസ് പറയൂ. എന്താ ആളുടെ പേര്? രാജനും ലക്ഷ്മി അമ്മയും. ആ ശരി. അയാൾക്ക് എത്ര വയസ്സുണ്ട്? ഒരു 40 ഉണ്ടാവും. 40 വയസ്സ്. എന്തു പറ്റി? അത് പിന്നെ അവര് കീടനാശിനി കുടിച്ചു വന്നേ. നഴ്സ് ഇങ്ങോട്ട് വന്ന് നോക്കൂ. ഈ സൈഡിലോട്ട് വരൂ. ഇവിടെ എമർജൻസി ആണ്. ഇങ്ങോട്ട് വരൂ. അപ്പച്ചാ ശ്വാസം വലിച്ചു വിടൂ. നല്ലോണം വലിച്ചു വിടൂ. ആ ഇനിയും കുറച്ചുകൂടെ. ആ മുത്തശ്ശ കണ്ണ് തുറക്കൂ. സിസ്റ്റർ, ഡോക്ടർ വന്നോന്ന് നോക്കൂ. മുത്തശ്ശ കണ്ണ് തുറക്കൂ. മുത്തശ്ശ കണ്ണ് തുറക്കൂ. എന്നെ നോക്കൂ. എന്നോട് സംസാരിക്കൂ. ഡ്യൂട്ടി അവേഴ്സൊക്കെ ആരാ നോക്കുന്നത്? അപ്പോഴേ പോവും. എമർജൻസിക്ക് ഒരു ഡോക്ടർ വേണമെന്ന് പറഞ്ഞാൽ ആരും ഇല്ല ഇവിടെ. എന്ത് ചെയ്യാനാ? ഇപ്പൊ നോക്കിയാൽ എല്ലാം നമ്മുടെ തലയിൽ തന്നെ അവസാനം വരുന്നത്. ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ കിട്ടിയിരുന്നു തന്നെ. ചേട്ടാ എവിടെയാ? മോനെ അകത്തോണ്ട് പോയി നോക്ക്. ഈ ഡോക്ടർമാരൊക്കെ കൃത്യസമയത്ത് വന്നിരുന്നെങ്കിൽ 2 ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു. അറിയാമോ? സിസ്റ്റർ, അറ്റൻഡർ രാമുവിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. 2 ബോഡീസും പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. കഷ്ടം, വെറുതെ 2 ജീവൻ പോയി. ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമമെങ്കിലും നടത്തായിരുന്നു. നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു കുട്ടിയുടെ ജീവിതം ഇങ്ങനെ വേസ്റ്റ് ആവാൻ പാടില്ല. ഒരു ടീച്ചറായിട്ട് അത് നടക്കാൻ വിടരുത്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. ഹായ്, ഏവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ അജിത്. ഇന്ന് വളരെ മികച്ച ഒരു ദിവസമാണ്. കാരണം വീക്കെൻഡ് വിത്ത് ലെജൻഡ് പ്രോഗ്രാമിന്റെ 100ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനായ ശ്രീ വിശ്വേശ്വർ ഭട്ട് സർ. അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു അജിത്. ഒരു മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം കടന്നു വന്ന വഴികളും അനുഭവങ്ങളും, ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഏവർക്കും സ്വാഗതം. സാർ, നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയൂ. അത് ഞാൻ കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയും ഓരോ മനുഷ്യർക്ക് വേണ്ടിയും അതുപോലെ TV ചാനലുകൾക്കും അനുകൂലമായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹമായ ദിനം തന്നെയാണ്. ഇന്നത്തെ ദിവസം പോലെ നാളെ ഉണ്ടാവില്ല, നാളത്തെ ദിവസം പോലെ അടുത്ത ദിവസം ആകില്ല. നമ്മുടെ ജീവിതത്തിൽ ഡൾ ഡേ, ശോകമുഖമായ ദിവസം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുകയാണ്, പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടുകയാണ്. ഇന്നത്തെ ഈ ദിവസം പോലെ നാളത്തെ ദിവസം ഉണ്ടാവാത്തത്, ഇന്നത്തെ ദിവസം പോലെ നാളെ എങ്ങനെ അത് വ്യത്യസ്തമായി മാറുന്നു, അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതം.
ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെയല്ല നാളെ നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ദിവസം വ്യത്യസ്തമായിരിക്കും. ഇതേപോലെ ഞാൻ കടന്നു വന്ന ജീവിതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ ഉത്സാഹത്തോടും കൂടിയും ആയിരുന്നു. സർ, താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തകൻ സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ പൂർണ്ണ അടയാളമായിരിക്കണം. അവനൊരു ഹ്യൂമൻ ആന്റിനെ പോലെ ആവണം. ഈ സമൂഹത്തിൻ്റെ കണ്ണ്, കാത് മാധ്യമപ്രവർത്തകരാണെന്ന് പറയും. ഒരു മാധ്യമപ്രവർത്തകൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാതെ ഒന്നും അവൻ എഴുതാൻ കഴിയില്ല. അയാള് നന്നായി മനസ്സിലാക്കിയാൽ നന്നായിട്ട് അയാൾക്ക് എഴുതാനും പറ്റും. അതുമാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകൻ സമൂഹവുമായി എപ്പോഴും ഒന്നു ചേർന്നിരിക്കണം. ജനങ്ങളുമായി സഹകരിക്കണം, സംവദിക്കണം. അതേപോലെ ഒരുപാട് യാത്രകൾ ചെയ്യണം. യാത്രകൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പുറം കണ്ണുകൾ തുറക്കുകയില്ല. അങ്ങനെ വന്നാൽ നിങ്ങളുടെ മനസ്സ് ചെറുതാകും. അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണം, ഒരുപാട് സംസാരിക്കണം, പലതും പരിശോധിക്കണം, അതേപോലെ തന്നെ ഒരുപാട് വായിക്കണം. ഇതിനേക്കാളും ഒക്കെ വലുതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കാനുള്ള കഴിവ്. നമ്മൾ എന്താണോ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ്. ആർക്കാണോ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തത് അവരെന്ത് എഴുതിയെന്ന് പറഞ്ഞാലും ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു മാധ്യമ പ്രവർത്തകന് തൊഴിലിനോടുള്ള കൂറും അതുപോലെ വിശ്വാസവും വളരെ പ്രധാനമാണ്. റിംഗ് ആവുന്നുണ്ടോ? സർ, അങ്ങൊരു നല്ല മാധ്യമ പ്രവർത്തകനാണോ അതോ സാറിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാണോ? മാധ്യമപ്രവർത്തനത്തിൽ ഒരു പഴമൊഴിയുണ്ട്, ഗുഡ് എഡിറ്റർ ഇസ് എ ബാഡ് ഹസ്ബൻഡ്. അതായത് മാധ്യമപ്രവർത്തകൻ എന്നത് വേറെ, എഡിറ്റർ എന്നതും വേറെയാണ്, ഭർത്താവാകുന്നതും വേറെയാണ്. ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് തലങ്ങളാണ്. പക്ഷേ ഒരു നല്ല എഡിറ്ററായി ഇരിക്കുന്നയാള് ഈ രണ്ട് റൂൾസും ഒരുപോലെ പ്രയോജനപ്പെടുത്തണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ഭാര്യയെ പോലെയാണ്. ഈ കാര്യം ഞാൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഒരു നല്ല എഡിറ്റർക്ക് വായിക്കുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നല്ല എഡിറ്റർ ആണെന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ നല്ല ഭർത്താവാണെന്നും വിശ്വസിക്കുന്നു. ഈ രണ്ട് റോളുകളും കറക്റ്റായിട്ട് ഒരേ ടൈമിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സാർ, നിങ്ങളിപ്പോ ഒരു പത്രക്കാരനായിരുന്നില്ലായിരുന്നെങ്കിൽ വിശേഷ് ഭട്ട് എങ്ങനെയായിരുന്നു? ഇത് വളരെ ടഫായ ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ അറിഞ്ഞത് വായിക്കുവാനും പിന്നെ എഴുതുവാനാണ്. അതേപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ അറിയാവുന്നത് മാധ്യമപ്രവർത്തനമാണ്. ഒരു പക്ഷേ ഞാനൊരു മാധ്യമപ്രവർത്തകൻ ആകാതിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമെന്ന് ആലോചിക്കാൻ പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു നിമിഷം അങ്ങനെ തന്നെ ബ്ലാങ്ക് ആയിപ്പോവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫസ്റ്റും ലാസ്റ്റുമായിട്ടുള്ള പ്രയോറിറ്റി ഈ മാധ്യമപ്രവർത്തനമാണ്. യുവാക്കളായ മാധ്യമ പ്രവർത്തകർക്ക് നല്ല ഒരു വഴികാട്ടിയായതിനും നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്തതിനും വളരെയധികം നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. ഹലോ 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 സർ, നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് ഹിരിയമ്മ. എന്റെ മോൾക്ക് നാളത്തെ പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല സർ. ദയവായി ഞങ്ങളൊന്ന് സഹായിക്കും സർ. അത് നോക്കൂ, നിങ്ങൾ റോങ് നമ്പറിലേക്കാണ് കോൾ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അല്ല സർ, ഞാൻ ശരിയായ നമ്പറിലേക്കാണ് കോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിശ്വേശ്വർ ഭട്ട് അല്ലേ? അതെ. നിങ്ങൾ ഏത് എക്സാമിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ എന്നെ കോൾ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സർ, നാളെ എന്റെ മോൾക്ക് നീറ്റ് എക്സാം ഉണ്ട്. അതിനായിട്ട് അവള് 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതാ. എന്റെ സ്വപ്നം അവളുടെ ഭാവിയും രണ്ടും ഈ പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയ. ദയവായി അവൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങളൊന്ന് സഹായിക്കണം സർ. നാളെ എക്സാം നടക്കാൻ പോകുന്നു, എന്നിട്ട് ഇപ്പോഴാണ് ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, അങ്ങനെ പറയില്ല സർ. ഈ ഒരു സഹായം ചെയ്തു തരണം. നിങ്ങൾ എനിക്ക് അല്പം സമയം തരൂ, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം. ആ, ശരി സർ.
കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ആ, ചെയ്യും ചെയ്യും. വെടുത്തി എൻ്റെ കോളമിന്റെ ഹെഡ്ലൈൻ അല്ലേ, അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ ഒരു അല്പസമയത്തിനുള്ളിൽ ആ ഹെഡ്ലൈന് നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ലീഡ് ഹെഡ്ലൈനും ചേഞ്ച് ചെയ്യണം. അത് വല്ലാതെ ഫ്ലാറ്റ് ആയിപ്പോയി. ഓക്കെ, താങ്ക് യു. തനു, 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 തനു. അയ്യോ തനു, ഈ നേരത്ത് നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യാ? ഇപ്പോഴെങ്കിലും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആകുമെന്ന് നോക്കുക അമ്മേ. അതിനെന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അതാ. ശരി, നാളത്തേക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ വിഷമിക്കണ്ട, വാ. ഈ നേരത്ത് ഇവിടെയൊന്നും വരാൻ പാടില്ല, വാ. നമസ്കാരം പ്രദീപ്. സാർ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതാ ഈ സമയത്ത് ഫോൺ വിളിച്ചേ. സാരമില്ല പ്രദീപ്, പറയൂ, എന്താ കാര്യം? കുറച്ച് നേരത്തിന് മുന്നേ ക്രിയ എന്ന് പറയുന്ന ഒരാൾ എന്നെ ഫോൺ വിളിച്ചായിരുന്നു, അവരുടെ കൊച്ചിന്റെ നീറ്റ് എക്സാമിനെ പറ്റി. ഞാനിപ്പോൾ ഓഫീസിൽ വരുമ്പോ അവരെന്നെ വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് നാളെയല്ലേ എക്സാം, എന്താണ് അവർക്ക് പറ്റിയത്? എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പേര് തനിച്ച, ഗ്രാമത്തിലുള്ള നല്ല കഴിവുള്ള ഒരു കുട്ടിയാ സാർ. അവൾ ഡോക്ടറാണെന്നുള്ള സ്വപ്നം കൊണ്ട് നല്ല കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നാളെയാണ് എക്സാം. കൊറോണയുടെ കാരണം കൊണ്ട് അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട് സാർ. സാർ സഹായിക്കുകയാണെങ്കിൽ നാളെ ആ കൊച്ചിന് എക്സാം എഴുതാനുള്ള ഒരു അവസരം കിട്ടും സാർ. ഈ കൊറോണ കാരണം സ്റ്റുഡൻസിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചിരിക്കുക സാർ. നമ്മൾ ഈ അവസരത്തിൽ നമ്മളാൽ കഴിയുന്ന കുറച്ച് സഹായം ചെയ്യുവാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ലൈഫിന് അത് വലിയൊരു ഉപകാരമായിരിക്കും സാർ. ഇപ്പോൾ ഉള്ള സ്റ്റുഡൻ്റാണ് സാർ നമ്മുടെ നാടിന്റെ നാളേക്കുള്ള വാഗ്ദാനങ്ങൾ. നോ ഡിഫിക്കൽട്ട് റോഡ്സ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ സാർ. പ്ലീസ് സാർ. ഇപ്പം ഞാൻ ആരോട് സംസാരിച്ചാലാണ് അവർക്ക് ഹെൽപ്പ് ആവുക? സാർ, ഐ തിങ്ക് ചീഫ് മിനിസ്റ്ററോട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആകും സാർ. ബിക്കോസ് ഈ എക്സാം നടത്തുന്നത് NDAയും പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റുമാണ് സാർ. ഇപ്പോൾ രാത്രി 11:30 മണിയായി. രാവിലെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ചീഫ് മിനിസ്റ്റർ അടുത്ത് ഇക്കാര്യം സംസാരിക്കാം. ഉറപ്പായിട്ടും സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. യാ. പ്ലീസ് എഴുന്നേക്കൂ. നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണ് ഡോക്ടർ. എന്റെ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചില്ലേ? ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഡോക്ടർ. ഒരു ഡോക്ടറായ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ. ഇതിൽ നിങ്ങൾ എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും ഗുണമാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ താങ്കളും സർക്കാർ ഹോസ്പിറ്റൽ, സർക്കാരിന്റെ ഡോക്ടർമാരനെ വിശ്വസിച്ച് കൃത്യസമയത്താണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. എല്ലാം നല്ലതിനാ. പോയി വരൂ. ശരി ഡോക്ടർ, ഞങ്ങൾ പോയിട്ട് വരാം. തനു, ടയേർഡാണോ മോളെ? ദാ ഈ ബ്രെഡ് കഴിക്കുക, എന്നിട്ട് ഗുളിക കഴിക്കാം. അമ്മേ, അവരെന്തിനാ ഡോക്ടറിന്റെ കാലിൽ വീണത്? ഡോക്ടറെ അവരുടെ മകന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട്. പക്ഷെ ജീവൻ രക്ഷിക്കുന്നത് ദൈവമാണെന്നല്ലേ നിങ്ങൾ പറയാറ്? അപ്പൊ ശരിക്കും ദൈവത്തിന്റെ കല്ലല്ലേ വീഴണ്ടേ? ജീവൻ കൊടുക്കുന്നത് ദൈവമാണ്. എന്നാൽ ദൈവം കൊടുത്ത ജീവൻ രക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ്
നമ്മളെല്ലാരും ഡോക്ടറെ ദൈവമായി കണക്കാക്കുന്നത്. ഡോക്ടർ ആകണമെങ്കിൽ എന്താ പഠിക്കണ്ടേ? ഡോക്ടർ ആവണമെങ്കിൽ വലിയ വലിയ സ്കൂളിലൊക്കെ പോകണം, വലിയ വലിയ പഠിപ്പ് പഠിക്കണം. അമ്മേ, ആ ഞാനും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ഡോക്ടർ ആകും. അമ്മേ, ഞാനും ഡോക്ടർ ആകും. ആദ്യം ഈ അസുഖമൊക്കെ മാറട്ടെ, എന്നിട്ട് പഠിക്കാം. ഇപ്പൊ കഴിക്കാം. വരൂ. വാ പോകാം. സൂക്ഷിച്ചു വാ. സൂക്ഷിച്ചു പോ. സർ, സർ, നമസ്കാരം സർ. നമസ്കാരം. നിങ്ങൾ ഏത് സ്ഥലത്ത്? അത് വരാൻ പറഞ്ഞിരുന്നല്ലോ. തനു നന്നായി പഠിക്കുന്നില്ലേ സർ? ആ, വളരെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് വെച്ചാ, ഈ വർഷം ഇവള് 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സാകല്ലേ. ഇത് കഴിഞ്ഞ പിന്നെ എവിടെയാ ചേർക്കാൻ പോകുന്നത്? എവിടെ ചേർക്കാനാ സർ? വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ. അതൊരു നല്ല ചിന്തയാ. അത് നല്ല സ്കൂൾ തന്നെയാ, ഗവൺമെന്റ് സ്കൂൾ തന്നെയല്ലേ? അതെ സർ. പിന്നെ അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എന്താണ് സർ? അതെന്താണെന്ന് വെച്ചാ, കഴിവുള്ള കുട്ടികൾക്കായി ഒരു പുതിയ പള്ളിക്കൂടം തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിലും ഉണ്ട്. നവോദയ പള്ളിക്കൂടം. 5th സ്റ്റാൻഡേർഡിന്റെ പരീക്ഷ എഴുതി അവിടുത്തെ ഒരു എക്സാം ഉണ്ട്. അതും കഴിഞ്ഞാൽ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അവിടെ പോയി ജോയിൻ ചെയ്താൽ ഇവളുടെ ഭാവി നന്നായിരിക്കും. അതെന്താണെന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. അതായത് ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പരീക്ഷ എഴുതണം. ശരി സർ. 4ാം ക്ലാസ്സിലുള്ളത് 3ാം ക്ലാസ്സിലുള്ളത് ഈ ബുക്സിൽ നന്നായി പഠിക്കണം. ശരി സർ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വരട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ. അത് അവൾക്ക് വലിയൊരു സഹായമായിരിക്കും സർ. ഇങ്ങോട്ട് നോക്ക്. പെൺകുട്ടിയായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അവൻ എങ്ങനെയാണ് സാധിച്ചത്, എന്താണ് സാധിച്ചത്, അവനെ ആരാണോ സഹായിച്ചത് എന്നുള്ള കാര്യവും വെളി വരും. അതെ സർ. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് അവൾ അത് ചെയ്തില്ല, എന്തുകൊണ്ടാണ് അവൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കാര്യം വെളി വരും. ഇതിനാരാണോ അവൾക്ക് തടസ്സമായിരുന്നത് എന്നുള്ളതും വെളി വരും. ഇങ്ങോട്ട് നോക്ക്. പെൺകുട്ടിയെ പഠിപ്പിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹവും നന്നായി പഠിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹവും ഒരു കഷ്ടവും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് എന്റെ ആഗ്രഹം. ശരി സർ. ഇതുപോലെ ഞങ്ങൾക്കറിയില്ലായിരുന്നു സർ. നിങ്ങളൊരു വലിയ ഉപകാരം സർ ചെയ്തത്. ഇതൊന്നും വലിയ സഹായമൊന്നുമല്ല. ഞങ്ങൾ കഴിവുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. ഞാനൊരു അധ്യാപകനായി പോയില്ലേ. ശരി, എന്നാ പിന്നെ കാണാം. വളരെ നന്ദി സർ. അമ്മേ, തനു, സാറ് പറഞ്ഞ പോലെ പഠിക്കണം, കേട്ടല്ലോ? അതല്ലേ ഞാൻ നന്നായിട്ട് പഠിക്കും. ഞാൻ ഉറപ്പായിട്ടും പാസ്സാകും. പൂവ് തഴുകും കാറ്റ് എന്നും നിൻ സുഗന്ധം പകർന്നിടും. നിൻ പുഞ്ചിരി കാണും നേരം നെഞ്ചിൻ ഭാരം മാറിടും. ദിനം പുലരും മുൻപേ എന്നുലകമറിഞ്ഞിടും. തീരാത്ത പ്രാർത്ഥന കയറിവാ ഉലകമേ, നേരമില്ലിനി വീണതും മറന്നിടൂ, കടമ ചെയ്തിടൂ. సని సని గరిగా మగ 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 పమ ప దప 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 నిదని సని సగరి సని దప దని రే సా. നമസ്കാരം സർ. നമസ്കാരം സർ. നമസ്കാരം. പറയൂ സർ. തനുജ നവോദയ പരീക്ഷയിൽ പാസ്സായി. ഓ ഗുഡ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. നീ ഇവിടെ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെ നവോദയ സ്കൂളിലും പഠിക്കണം. നന്നായി പഠിച്ച് അച്ഛനും അമ്മയ്ക്കും ഈ നാടിനും നല്ല പേര് വാങ്ങിത്തരണം. മനസ്സിലായോ? ശരി സർ. ശരി, പോയിട്ട് വാ. താങ്ക് യു സർ.
കടൽ കാറ്റ് വീശി നിന്നെ തഴുകിടുന്ന നാളിതോ വാനം നീരെ പട്ടം പോലെ ദൂരങ്ങൾ പോയിടും നിന്നിലെ വേദന എരിഞ്ഞിടും ആളും ദീപം പോലെ വാ ആർത്തിടും ആഴിയിന്നോളങ്ങൾ പല ദൂരം താണ്ടിടും വ്യഥ താണ്ടി നീ വാണിടൂ സഖീ കയറി വാ ഉലകമേ നേരമില്ലിനി വീണതും മറന്നിടൂ കടമ ചെയ്തിടൂ നിന്നെ കാണാൻ നിന്നെ തേടാൻ ഈ അറിവ് മതിയാമോ നിന്നെ പോലെ ലോകം മാറ്റ് നന്മ വന്ന് ചേർന്നിടും നിന്നിലെ വേദന എരിഞ്ഞിടും ആളും ദീപം പോലെ വാ ആർത്തിടും ആഴിയിന്നോളങ്ങൾ പല ദൂരം താണ്ടിടും വ്യഥ താണ്ടി നീ വാണിടൂ സഖീ കയറി വാ ഉലകമേ നേരമില്ലിനി വീണതും മറന്നിടൂ കടമ ചെയ്തിടൂ നമസ്കാരം പ്രദീപ്. നമസ്കാരം സാർ. ഇരിക്കേ. താങ്ക് യു. മഞ്ജിപ്പ പോയി കോഫി എടുത്തിട്ടോ. പ്രദീപ് ഈശ്വർ സുഖമായിട്ടിരിക്കണോ? സുഖമായിരിക്കുന്നു സാർ. ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല സാർ, നന്നായിട്ട് പോകുന്നുണ്ട്. ഗുഡ്. ഇന്നലെ ആ പെൺകുട്ടി തനുജയെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ആ സാർ, തനുജ എൻ്റെ നവോദയ സ്റ്റുഡൻ്റാണ്. പാലക്കാട് ജില്ലയിലെ വടക്കന്തറ താലൂക്കിലെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട വ്യവസായ കുടുംബത്തിലുള്ളതാണ് സാർ. അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസമൊന്നുമില്ല സാർ. തനുജ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളതിനേക്കാളും സമയം ചിലവഴിച്ചത് ഹോസ്റ്റൽ, വാർഡൻസ്, ബുക്സ്, ടീച്ചറിൻ്റെ കൂടെയാണ് സാർ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളർന്നത്. സ്കൂളിലെ നമ്പർ 1 ആണ് സാർ. SSLCയിലും POCയിലും നല്ല മാർക്കാണ് സാർ. പിന്നെ ലാസ്റ്റ് ഇയർ 2019 ഞാൻ കൊച്ചിയിൽ വെച്ച് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു സാർ. അവിടെ തനുജ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു സാർ. അവളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ റാങ്കിങ് ജസ്റ്റ് മിസ്സായിരുന്നു സാർ. അതുകൊണ്ട് ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല. പിന്നെ കാശ് കൊടുത്ത് പഠിക്കുന്നതിന് അത്ര വലിയ ആളുകളും അല്ല സാർ. കഴിഞ്ഞ വർഷം മെഡിക്കൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും വേറെ ഒരു കോഴ്സിനും പോകാതെ അടുത്ത വർഷം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം പൂനെയിലുള്ള ഏറ്റവും മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെ തനുഷ ആപ്ലിക്കേഷൻ ഇട്ടു സാർ. സെലക്റ്റായി. 10 മാസത്തെ കോഴ്സും പൂർത്തിയാക്കി. ലാസ്റ്റ് മന്ത് സെപ്റ്റംബർ 12 നീറ്റ് എക്സാം ഉണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് പൂനെയിൽ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. 1 മാസം ക്വാറന്റൈനായിട്ട് അകത്ത് കിടന്നു. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്നും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് എക്സാം ഉണ്ടായിരുന്ന അന്ന് അവളുടെ വീടുണ്ടായിരുന്ന ഏരിയ കണ്ടെയ്ൻമെന്റ് സോണിൽ ഡിക്ലെയർ ആയി സാർ. അതുകൊണ്ട് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ഈ കോവിഡ് പോസിറ്റീവ് ആയിരുന്നവർക്ക് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി അവർ എല്ലാ എക്സാമും എഴുതണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്നു സാർ. ഇന്നാണ് സാർ എക്സാം.
അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാൻ കാരണം എന്താ? അത് സെപ്റ്റംബർ 12, അതായത് എക്സാം എഴുതേണ്ട അന്ന് തന്നെ അവളുടെ വീട് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലോക്കൽ PD ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഓൺ ടൈമിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് റിജക്ട് ചെയ്തു സാർ. അതുകൊണ്ടാണ് ഹാൾ ടിക്കറ്റ് കിട്ടാത്തത്. ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ആയല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കുകയായിരുന്നു സാർ. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ കാര്യം ഇന്നലെ രാത്രിയാണ് സാർ അവളും ഞാനും വരെ അറിഞ്ഞത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആ ഗവൺമെന്റ് ഓഫീസർ അന്വേഷിച്ച് അവരുടെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കൊറോണയെ ജയിക്കുന്നതിന് തുല്യമാണ് സാർ. കാരണം അവർക്കും വർക്ക് പ്രഷർ ഉണ്ട് സാർ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാർ. ശരി, എക്സാം എവിടെയാണ്? എത്ര മണിക്ക്? ഉച്ചയ്ക്ക് 1 മണിക്കാ സാർ. നാഷണൽ കോളേജ് കൊച്ചിയിലാ. ഇപ്പൊ ആ കുട്ടി എവിടെയുള്ളത്? വീട്ടിൽ തന്നെയാ സാർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, പറഞ്ഞോളൂ. ആ കുട്ടിയുടെ എത്രയും പെട്ടെന്ന് വരാൻ പറ. ഓക്കെ. ബൈ ചാൻസ് കിട്ടിക്കഴിഞ്ഞ് ആ കുട്ടി പുറപ്പെടാൻ നിന്നാൽ എല്ലാം കൈവിട്ടു പോകും. ശരി സാർ, ഞാൻ പറഞ്ഞേക്കാം. വരാം സാർ. The number you have called is not reachable. The number you have called is not reachable. ഹലോ, നമസ്കാരം ചേച്ചി. എക്സാം എഴുതാനുള്ള എല്ലാ ഏർപ്പാടും നടന്നുകൊണ്ടിരിക്കുക. വിശ്വേശ്വർ ഭട്ട് സാർ CM-നോട് സംസാരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ബസ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ലേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു കാർ വാടകയ്ക്ക് എടുത്ത് എത്രയും പെട്ടെന്ന് വരാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ വന്നേക്കാം. സാർ അത് പിന്നെ കാറ്. നിങ്ങൾ ചിലവിനെ പറ്റി ഒന്നും പേടിക്കേണ്ട, അതെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം. ശരി സാർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം കേശവ്. ഇപ്പൊ എവിടെയാ? സാർ ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. CM സാറിന്റെ നമ്പർ കണക്ട് ആവുന്നില്ല. സാർ ഒരു 20 മിനിറ്റും കൂടി. ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം സാർ. മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സംസാരിക്കാനാണ്. ഓക്കെ സാർ. താങ്ക് യു കേശവ്. സാർ തനുജയോട് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. CM സാറിന്റെ കോൾ കണക്ട് ആവുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഗൺമാനോട് ഫോൺ ചെയ്ത് പറഞ്ഞു. തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളൂ, എന്നിട്ട് കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ തനുജയുടെ ഡീറ്റെയിൽസും എനിക്കൊന്ന് അയച്ചേക്കേ. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. തനു, പ്രദീപ് സാറ് വിളിച്ചു. ഉടനെ കൊച്ചിക്ക് പോണം. വേഗം എഴുന്നേക്ക്. ഹോൾ ടിക്കറ്റ് കിട്ടിയോ അമ്മേ? വിശ്വേശ്വർ ഭട്ട് സാറെ CM-നോട് സംസാരിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് നടക്കും. നീ ടെൻഷൻ ആവാതെ. രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നീ വേഗം എന്തെങ്കിലും കഴിച്ച് റെഡിയാവ്. ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. ഓക്കെ? ആ ദൈവമേ, പറയൂ കേശവ്. സാർ സാറ് വീട്ടിലാണുള്ളത്. അപ്പോൾ പിന്നെ സാറ് നേരിട്ട് വന്നോളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 1 മണിക്കൂറിൽ അവിടെ എത്താം. ശരി സാർ, വരൂ. താങ്ക് യു കേശവ്. ദൈവമേ. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ നമസ്കാരം വിശ്വേശ്വർ ഭട്ട്. ഇരിക്കൂ. സുഖനല്ലേ സാർ? എനിക്ക് നല്ല സുഖമാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് സാറിൻ്റെ അടുത്ത് എത്തിയത്. എന്താണ് കാര്യം? പറയൂ. തനൂജ എന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് സാർ. ഇന്ന് ആ പെൺകുട്ടി നീറ്റ് എക്സാം എഴുതേണ്ട ദിവസമായിരുന്നു. കോവിഡ് കാരണം ആ കുട്ടിയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുകയാണ് സാർ. അവളുടെ എക്സാം ഇന്നാണ്. അവൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് 1 വർഷം നഷ്ടമാകും സാർ. വളരെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് സാർ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസറോട് സംസാരിക്കുകയാണെങ്കിൽ
അവൾക്ക് ആ എക്സാം എഴുതാൻ വലിയൊരു സഹായമാവും. അങ്ങനെ ചെയ്താൽ ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമായി തീരും സാർ. വിശ്വേശ്വർ ഭട്ട്, നിങ്ങൾ ഇത്രയും ആഗ്രഹത്തോടെ ഇവിടെ വന്നിരിക്കുകയല്ലേ? ഉറപ്പായിട്ടും തനൂജ എന്ന കുട്ടിയുടെ ഭാവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നും പറയുന്നു. അവൾ നന്നായി ഈ എക്സാം എഴുതി നല്ല രീതിയിൽ തന്നെ വെളിയിൽ വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അറേഞ്ച് ചെയ്ത് ഉറപ്പായിട്ടും അവൾ എക്സാം എഴുതുന്ന രീതിയിൽ ഞാൻ ശരിയാക്കി തരാം. ഇതിന് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നേരിട്ട് തന്നെ കണ്ട് ഇത് സാധ്യമാകുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവളുടെ ഭാവി നല്ല രീതിയിൽ പോകണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടർ കാർത്തിക് സർ, തനൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീറ്റ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് റിജക്റ്റ് ആയെന്ന് പറയുന്നു. അതിലെന്താണ് പ്രശ്നമെന്ന് നോക്കി അതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഏതെങ്കിലും ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്താണെന്ന് വെച്ച് നോക്കി അതൊന്ന് ശരിയാക്കി വിടണം. ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാം. എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കണം. വിജേന്ദർ സാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ നോക്കിക്കോളാം സാർ. പ്ലീസ് ഡു ഇറ്റ്. ശരി സാർ. ജയറാം ചേട്ടാ, എന്താ ചേച്ചി? കൊച്ചിയിൽ എന്റെ മോൾക്ക് എക്സാം ഉണ്ട്, വാ നമുക്ക് പോയിട്ട് വരാം. അയ്യോ ചേച്ചി, എൻ്റെ വണ്ടി CC ആയി ചേച്ചി. ലോൺ അടച്ച് 6-7 മാസമായി. ഇപ്പൊ നമ്മള് ചെന്നൈക്ക് പോയാൽ ഞാൻ CC വേണമെങ്കിൽ ചെയ്തോണ്ട് അധികം പോകും. വാടക തരാം. ചേച്ചി, വാടകയുടെ കാര്യത്തിലല്ല ചേച്ചി, വണ്ടി CC ചെയ്തോണ്ട് പോകും ചേച്ചി. നമ്മുടെ സൊസൈറ്റിയുള്ള രാമനില്ലേ, ആ പുള്ളിയുടെ മകൻ കുമാർ ഉണ്ടല്ലോ, പുള്ളിക്കൊരു കാർ ഉണ്ടല്ലോ. ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. പോയി ചോദിച്ചു നോക്ക്. ശരി, ഞാൻ അവരോട് ശരി ചോദിക്കാം. ചേച്ചി. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഡോക്ടർ കാർത്തിക്, CMൻ്റെ സ്പെഷ്യൽ ഓഫീസറാണ്. പറയൂ സാർ. മാഡം, തനുജ എന്ന ഒരു കാൻഡിഡേറ്റിന് ടെക്നിക്കൽ ഇഷ്യൂ കാരണം നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല. അതിന് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടോ അത് ഞാൻ ചെയ്തുതരാം. ദയവേത് ആ കുട്ടി എക്സാം എഴുതാൻ ഒന്ന് സഹായിക്കും മാഡം. ഇത് CM ആണ് പറഞ്ഞത് മാഡം. സോറി സാർ, ആസ് പെർ NTA ഗൈഡ് ലൈൻസ് ഞങ്ങളെ കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഡൽഹി NTAയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സപ്പോസ് അവിടെ നിന്നും ക്ലിയറൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എനിക്കൊരു ഇഷ്യൂ ഇല്ല സാർ. അതായത് മാഡം, ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്ത് ആ കുട്ടിക്ക് ഒരു അവസരം നൽകും മാഡം. CM പറഞ്ഞിട്ടുണ്ട് അറ്റ് എനി കോസ്റ്റ് ആ കുട്ടി എക്സാം എഴുതിയിരിക്കണം. സർ, കോവിഡ് SOP ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. ഇതിന് ശേഷം എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് ആയാൽ അത് പിന്നെ ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. For more details and clarifications, യു മേ കോൺടാക്ട് ഡൽഹി ഓഫീസ്. സോറി സർ. ശരി മാഡം, ഞാൻ സംസാരിക്കാം. ഓക്കെ സർ. സോമ, ആ ഇലയെല്ലാം കണ്ടിക്കാത്തടാ. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വെട്ടാടാ. രാജാ, എവിടെ? ഇലയെല്ലാം ഒരു സ്ഥലത്ത് എടുത്തിട്, നാരൊക്കെ വേറെ മാറ്റിയിട്. അത്രേ ഉള്ളൂ. കുമാരേട്ടാ. എങ്കിലും എടുത്തോണ്ട് പോകാൻ എളുപ്പമുള്ളൂ. കുമാരേട്ടാ, ആ പറയോ. എന്റെ മോൾക്ക് കൊച്ചിയിൽ പരീക്ഷയുണ്ട്, ഉടനെ പുറപ്പെടണം, ഒന്ന് വായോ. അയ്യോ, പാക്ക് പറിക്കാൻ ഇപ്പൊ ആള് വന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ വിട്ടിട്ട് ഞാൻ എങ്ങനെ കാല് വരാനാ? വിളിച്ച് ചോദിക്കാം, എത്ര വേണമെങ്കിലും വാടക തരാം. വൈകുന്നേരത്തിന് മുമ്പ് പോയിട്ട് വരണം, ഒന്ന് വരൂ. ചേച്ചി, കൊച്ചിയിലൊക്കെ കൊറോണ വളരെ കൂടുതലാന്നാ പറയുന്നത്. വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ ഇപ്പൊ കൊന്നു പോയിട്ട് കളയും. വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്താം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ചോദിക്കാം, എന്റെ മോളുടെ ഭാവി അതിലാ ഉള്ളത്. അയ്യോ, ഇതിന്റെ പണി കുളവാകുന്നാ തോന്നേ. ശരി, നിങ്ങൾ പോ, ഞാനിപ്പോ വേഗം വരാം. വരണേ, സമയമില്ല. ഞാൻ വീട്ടിനടുത്ത് തന്നെ ഉണ്ടാവും. ശരി. വേഗം വരണേ. എന്താ മനോജേ, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഏതോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. സാർ അവിടെ നിന്ന് ഇറങ്ങിയോ? ആ, സാറ് പുറപ്പെട്ടു. അതുപോലെ വിശ്വേശ്വർ ഭട്ട് സാർ ഒരു ട്വീറ്റ് ഇട്ട് CMനെ ടാഗ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്താ അത്? നീറ്റ് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിന് എക്സാം എഴുതാനുള്ള ചാൻസ് മിസ്സായിരിക്കുകയാണ്, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം ആണെങ്കിൽ ഇന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് സാറിന് ഉടനെ തന്നെ ഇൻഫോം ചെയ്യ്. സാറ് വന്നെന്ന് തോന്നുന്നു. എങ്കിൽ പോയി പറയേ. ആ, ഓക്കെ.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. താങ്ക് യു സർ. സർ, തനുജ എന്നൊരു പെൺകുട്ടിക്ക് നീറ്റ് എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല സർ. സർ, വിശ്വേശ്വർ ഭട്ട് സാർ ട്വീറ്റ് ചെയ്ത് CM-നെയും ടാഗ് ചെയ്തിരിക്കുകയാണ് സർ. എന്താണ് ചെയ്തേക്കുന്നേ? സാർ, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു. ഡൽഹി NDA ജോയിന്റ് ഡയറക്ടർ അടുത്ത് സംസാരിക്കണം സർ. ശരി, ഓക്കെ, സംസാരിക്കാലോ. ഷുവർ സർ. ഹലോ. നമസ്കാരം സർ. പറയൂ കാർത്തിക്. സാർ, ഒരു സ്റ്റുഡൻ്റെ പേര് തനുജ. നീറ്റ് എക്സാമിനെ കുറിച്ചൊന്ന് സംസാരിക്കണം സർ. ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഡൽഹി ഓഫീസിൽ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ സർ. അവിടെ സംസാരിച്ചിട്ട് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് CM സാറിനോട് സംസാരിക്കാം. ഓക്കെ സർ. താങ്ക് യു സർ. ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു, എന്താന്ന് നോക്ക്. എന്ത് പെണ്ണാ നീ? ഹലോ. നമസ്കാരം. നമസ്കാരം സർ. തനിജയുടെ അമ്മയല്ലേ? അതെ സർ. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എൻ്റെ പേര് ഡോക്ടർ സുധാകർ. ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ പ്രാവശ്യം തനുജ ഉറപ്പായിട്ടും എക്സാം എഴുതും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ പ്രൊസീജിയറിനനുസരിച്ച് ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് ഇപ്പോൾ എത്തും. അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയൂ. നിങ്ങൾ വലിയൊരു ഉപകാരം ചെയ്യുന്ന സർ. താങ്ക്സ് സർ. അവിടെ ഉണ്ടോ തനുജ? അവിടെ ഉണ്ടോ? ആ സർ, ഇവിടെ തന്നെയുണ്ട്. ദാ കൊടുക്കാം. മോളെ, സുധാകർ സാറാ ഫോണില്. ഹലോ സർ. എന്താ മോളെ തനുജ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു സർ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. ഞാൻ ഡൽഹിയിൽ സംസാരിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. റിലാക്സ് ആയിരിക്കും കേട്ടോ. എല്ലാം ഞാൻ നോക്കിക്കോളാം. യെസ് സർ. നീ സമാധാനമായിട്ട് വാ. നിന്റെ ട്രാൻസ്പോർട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നീ വന്ന് എക്സാം എഴുതണം. ഈ പ്രാവശ്യം നീ ടോപ്പറായി വരുമല്ലോ അല്ലേ? യെസ് സർ. നിനക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? നിനക്ക് ഡോക്ടറാണോ എന്നല്ലേ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? യെസ് സർ. ഗുഡ്. മെഡിക്കൽ സീറ്റ് ഉറപ്പായിട്ടും നീ അച്ചീവ് ചെയ്യണം. താങ്ക് യു. പ്രകാശ്, കുറച്ച് എമർജൻസി ആയിട്ട് ട്രാൻസ്പോർട്ടിന്റെ കാര്യം മറ്റെല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കിയതേ. ശരി സർ. അതേപോലെ തന്നെ നമ്മുടെ ഭട്ട് സാറിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരേ. ഓക്കെ സർ. താങ്ക് യു സർ. ശരി, വേഗം പുറപ്പെടണം. റെഡിയാവ്. നീ എന്താ എപ്പോഴും ഈ ഇരിപ്പിരിക്കുന്ന? കാർ ഇപ്പൊ വരും. വേഗം റെഡിയാവ്. എന്ത് പറ്റി തനു? എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടോ? ടെൻഷനാണോ മോളെ? എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറ മോളെ. ഞാൻ വരില്ല. കളിച്ചോണ്ടിരിക്കാതെ പോയി റെഡിയാവ്. ഞാൻ വരുന്നില്ല. നീ എന്താ തനുവി പറയുന്നേ? നിനക്ക് പരീക്ഷ എഴുതാൻ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരിക്കുക. വലിയ വലിയ ആളുകൾ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? ഈ നേരം നോക്കി ഈ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നേ. മണ്ടത്തരം പറഞ്ഞത് ഞാനല്ല, നിങ്ങളാ. ഇപ്പൊ സമയം എന്താ? 8 മണിയായില്ലേ? നമ്മള് പോകാൻ പോകുന്ന ഷൊർണൂരേക്കും തൃശ്ശൂരേക്കൊന്നും അല്ലമ്മേ, കൊച്ചിക്കാ. നമ്മൾ ഇപ്പൊ ഇറങ്ങിയാലും നമ്മൾ എത്തുന്നതിന് മുമ്പ് എക്സാം സ്റ്റാർട്ട് ആവും. ഒരു സെക്കൻഡ് ലേറ്റ് ആയ പോലും എക്സാം എഴുതാൻ സമ്മതിക്കില്ലേ അമ്മേ? കണ്ടോ, മനസ്സിലായില്ലേ? ഇതുകൊണ്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. പറ്റില്ല എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നോണ്ടിരുന്ന ഒന്നും തന്നെ നടക്കില്ല മോളെ. ശ്രമിച്ചു നോക്കിയാലല്ലേ എന്ത് നടക്കില്ലെന്നറിയൂ. ഇന്നലെ മുതൽ ശ്രമിച്ച് എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് എന്റെ തല പൊട്ടിപ്പോവാ. ഹോൾ ടിക്കറ്റ് പോലും കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ കൊച്ചിക്കും പോയിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും അമ്മേ. അതിനു പകരം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അമ്മേ. അങ്ങനെയൊന്നും പറയില്ല തനു. പ്രദീപ് സർ രാത്രി മുഴുവൻ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നോ. അദ്ദേഹത്തിനോടുള്ള മര്യാദയ്ക്ക് ഒരു പ്രാവശ്യം നമുക്ക് പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല അമ്മേ. നോക്ക്, നിങ്ങളെങ്കിലും ഒന്ന് പറ. എന്ത് പറ്റി മോളെ? നീ ഇങ്ങനെ വാശി പിടിച്ചപ്പോഴേ ഞങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇതാ നോക്ക്, നീ നിന്റെ ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് പറയേ. ഞങ്ങളെപ്പോലെ നീയും കൂലിപ്പണിക്ക് പോവോ? പറയേ. അതുകൊണ്ടാ പറയുന്നേ. നീ നല്ലോണം പഠിച്ച് നല്ല ജോലിക്ക് പോയാലേ അത് നിനക്ക് നല്ലതല്ലേ മോളെ? അതെ തന്നെ. നിനക്ക് പഠിക്കാൻ എന്ത് വേണമെന്ന് പറയേ, എല്ലാം ഞാൻ തന്നിരിക്കും. കൂലിയായാലും എന്തായാലും ശരി, എല്ലാം ഞാൻ ചെയ്തുതരും. വാ പോകാം. നീ റെഡിയാകും. നല്ലോണം പഠിച്ച് നീ ജീവിച്ചു കാണിക്കണ്ടേ? സത്യമല്ലേ തനു? അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. വരുന്നില്ല അമ്മേ. അയ്യോ, കാറ് വന്നല്ലോ. നീ പോയി വേഗം റെഡിയാവും. നിങ്ങളുടെ നിർബന്ധത്തിന് എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല, മനസ്സിലാക്കമ്മേ.
ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത് തനു? നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ എക്സാമിന് വേണ്ടി നീ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ. ശരി ശരി, നീ എക്സാം ഒന്നും എഴുതണ്ട, ടെൻഷൻ ആവാതെ. ഈ എക്സാമിന് നിനക്ക് ഒരു ബന്ധമില്ല. എന്നാ ഒരേ ഒരു പ്രാവശ്യം കൊച്ചിക്ക് പോയിട്ട് വരാം മോളെ, ഒരേ ഒരു പ്രാവശ്യം. പ്രദീപ് സാർ വിളിക്കണ്ട, മോള് തന്നെ എടുത്ത് സംസാരിക്കാം. തനു ഫോൺ എടുത്ത് സംസാരിക്കും. തനു സംസാരിക്കും. തനു തനു അങ്ങനെ തെറ്റിദ്ധരിക്കും. തനു സംസാരിക്കും. തനു തനു സംസാരിക്കും. തനു തനു സാർ ഫോൺ ചെയ്തോണ്ടിരിക്കുക, വേഗം തന്നെ ഇറങ്ങാൻ പറയാ. നന്നായി ഒന്ന് ആലോചിക്കും മോളെ. തനു അദ്ദേഹം വീണ്ടും വിളിക്കുന്നു, നീ ഒന്ന് എടുത്ത് സംസാരിക്കേ. പോവില്ലല്ലേ? ശരി, നിന്റെ സാറിന്റെ അടുത്ത് എന്ത് പറയണോ നീ തന്നെ പറഞ്ഞോ. ഇതാ സംസാരിക്കേ. ഞാൻ പറയുന്നത് കേൾക്ക്. സംസാരിക്കേ. തനുജ തനുജ സംസാരിക്കേ പ്ലീസ്. തനുജ തനുജ ഒന്ന് സംസാരിക്കേ മോളെ പ്ലീസ്. തനുജ എന്റെ ഭർത്താവ് 18 വയസ്സ് മുതൽ പുകയില ചവയ്ക്കുമായിരുന്നു. അതുമൂലം ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ക്യാൻസർ എന്ന മാരക രോഗം അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഏക വരുമാനം അദ്ദേഹത്തിന്റെ ജോലി മാത്രമാണ്. കുടുംബത്തിന്റെ ഭാവി എന്താകുമെന്നോർത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പുകയില ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പാൻ മസാല പുകയില ജീവിതം നശിപ്പിക്കുന്നു. പുകയില ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 വിളിക്കുക. ഗവേഷണങ്ങൾ അനുസരിച്ച് പുകവലി ഉപേക്ഷിച്ച് 20 മിനിറ്റിന് ശേഷം നിങ്ങളുടെ രക്തസമ്മർദ്ദം സാധാരണഗതിയിലെത്തുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് കുറയുന്നു. 12 മാസങ്ങൾക്കകം ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും പകുതിയായി കുറയുന്നു. എന്നാൽ ഇപ്പോൾ പുകവലിക്കുന്നത് കാരണം ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും വരാം. ബീഡിയും സിഗരറ്റും ജീവൻ അപകടത്തിലാക്കുന്നു. പുകവലി ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 വിളിക്കുക. ഹലോ 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 തനുജ, ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. നീ എന്ത് കാരണം കൊണ്ടാ വരില്ല എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിനക്ക് നിന്റെ സ്വപ്നങ്ങളൊന്നും വേണ്ടെന്ന് നിനക്ക് തോന്നിയേക്കാം. നിന്റെ ലക്ഷ്യം നീ മറന്നേക്കാം. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന എല്ലാം തന്നെ നീ മറന്നേക്കാം. നോക്ക് തനുജ, ഇന്ന് നീ നിന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരിക്കാം. എനിക്ക് ഒരുപക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. നിനക്ക് നല്ലത് ചെയ്യാൻ വരുന്നവരെ തന്നെ നീ അനുസരിക്കാതിരിക്കാം. നാളെ എല്ലാവരും എല്ലാം മറന്നേക്കാം. പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും ആർക്കും തന്നെ മറക്കാൻ പറ്റില്ല. ഈ ഒരു ദിവസം ഒരേ ഒരു ചൂട് നീ മുന്നോട്ടെടുത്ത് വച്ചു കഴിഞ്ഞാൽ എല്ലാ മനസ്സോടെയും ഒരു പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയിരുന്നിരിക്കാമെന്ന്. നിന്റെ മനസ്സ് ജീവിതകാലം മുഴുവനും നിന്നെ വേട്ടയാടുമെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇനിയൊരു പ്രാവശ്യം കൂടി ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാം. ലക്ഷ്യം നേടുന്നതുവരെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്ന ആ തനുജ എവിടെ? ഞാൻ ഉറപ്പായിട്ടും ഡോക്ടർ ആയിരിക്കുമെന്ന് പറയുന്ന ആ തനുജ എവിടെ? പാലക്കാടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് പൂനെക്ക് പോയിട്ട് പഠിച്ച് കോഴ്സ് ഫിനിഷ് ചെയ്ത തനുജ എവിടെ? നമ്മുടെ ജീവിതത്തിൽ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടും, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ജീവിതമേ അത് മാറ്റിമറിക്കും. ദേ നോക്ക്, തനുജയെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ ലോകം തന്നെ നിന്നെപ്പറ്റി അറിയണം. അത്രേ ഉള്ളൂ. ഇതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. നമുക്ക് പോകാം. തനു വാ മോളെ, നീ ഒട്ടും ടെൻഷൻ ആവണ്ട. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. വാ വാ.
മാഡം, തമിഴ്നാട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ താങ്കളെ വിളിക്കുന്നു. ഹലോ 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 സർ, ഗുഡ് മോർണിംഗ്. മാഡം, ദിസ് ഈസ് സുധാകർ, ഹെൽത്ത് മിനിസ്റ്റർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫ്രം കൊച്ചിൻ. Am I speaking with the joint secretary? യെസ് സർ. See, I have a case here. One Tanuja, Palakkad district, Vadakkandara taluk, nearby Pattambi. She was affected by COVID recently. So because of that, she couldn't attend the NEET. So she could not complete the process. So she should not deny the examinations. So I request you to consider her application and allow her to write her NEET examination. Sir, as you know, the rules and regulations of National Testing Agency is very strict. If you allow her to write the exam at this time, I mean, at this moment, it will be a problem for us. Last date for the submission of documents is already over. and hence we are unable to do anything right now. It's absolutely her fault and irresponsibility of the student. For the sake of one student, we can't change the absolute set of rules, sir. No, please understand that it is not her mistake. It is not at all her mistake. It is a purely technical glitch. See, when she is not well, when she cannot come and do her examinations and clear the formalities, how can you deny her applications? It's not going to be fair and it's not going to be legal. There is no legality about this. You should have some humanities, please. She is coming from very humble background. Her father is a very poor farmer. Her dream is to become a doctor. She is a very good student. No, sir, it's highly impossible. Madam, please understand that you are talking with the health minister. And you are not talking with some random people here. And I am talking with you lot of confidence and lot of responsibilities here. I know the fact of case here. Sorry, sir. We are helpless and we can't do anything at this moment. Let her write the exam next year. You think 1 year is a small time for such a bright girl? Losing 1 year of her academic year, she will lose her interest. She won't be appearing examination next year. I also lost 1 year. I also coming from a humble background and I am become a doctor. Please don't speak lightly about 1 year of wastage. If you cannot do it, please tell me. I will speak with the union health minister. He will give you the direction. Sir, due to prevailing COVID regulations, we can't take any decisions. You can speak to the local NEET officer. I'll pass on her number to you. If she can facilitate, I have no objections. Madam, I don't know what you are going to do. I want Tanuja to write her examination and she has to appear her examination. All the facilitation, you have to do it. Sure, sir. ശ്രദ്ധിച്ചിരിക്കണേ. ആ ശരി. സൂക്ഷിച്ചു തന്നെ. ശരി. കേറ്. എടാ മോനെ, എന്താ ചേച്ചി? ഒന്ന് നിന്നേ. നിന്നെ കണ്ടത് വലിയ കാര്യായി. കൊച്ചിയില് തനുവിന് എക്സാം ഉണ്ട്. വാ, നമുക്ക് പോയിട്ട് വരാം. പശുവിനെ പുല്ല് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ടൗണിൽ പോയിട്ടേ മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. നിനക്ക് കൊച്ചിയൊക്കെ നന്നായി അറിയില്ലേ? നീ വന്ന എനിക്ക് ഹെൽപ്പാവും. മരുന്ന് നിനക്ക് നാളെ വാങ്ങിക്കാലോ. പുല്ല് നിന്റെ ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും. വാടാ, പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് തുണിയെങ്കിലും മാറ്റി വരാം. അതിനൊന്നും സമയമില്ല. നീ ഒന്ന് വേഗം വാ. വേഗം കേറി തനു. ചേട്ടാ, പുല്ലേ പുറത്തോട്ടേക്ക്. ആ ശരി ശരി. പ്രദീപ് സാറ് വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് ഫോൺ ചെയ്യോ അമ്മേ? അയ്യോ, ഞാൻ മറന്നുപോയി. ഇതാ, നീ തന്നെ ഫോൺ ചെയ്ത് സംസാരിക്ക. ഹലോ.
ഹലോ സർ, ഞങ്ങൾ വന്നോണ്ടിരിക്കേ സർ. ഗുഡ്, വേഗം വന്നേക്ക്. ഓക്കെ സർ. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് 45 ദിവസത്തിൻ്റെ സൗജന്യ നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ അവസാന ദിവസമാണ്. അതുമാത്രമല്ല, 100% ഉറപ്പോടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ടോപ്പ് റാങ്കിങ്ങിൽ പാസ് ചെയ്യുന്നതിന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. നിങ്ങൾ എൻട്രൻസ് എക്സാം പാസ്സായി ഏതെങ്കിലും നല്ലൊരു കോളേജിൽ MBBS സീറ്റ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ആരും ഡോക്ടറാകാൻ പോകുന്നില്ല. 100% ഡോക്ടർ ആകണമെങ്കിൽ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ ആകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നില്ലേ, അതിനേക്കാളും 100 മടങ്ങ് അധികമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്നത് സാധിക്കാൻ പറ്റൂ. യു ആർ അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയ. ചാലഞ്ചേഴ്സ് ആർ യെറ്റ് ടു ബിഗിൻ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെന്ന് വിചാരിച്ചാൽ ധൈര്യവും സെൽഫ് കോൺഫിഡൻസും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. സക്സസ് ആകുന്നതിന് വേണ്ടിയുള്ള ഫോർമുല ഇതാണ്. ആൻഡ് ടൈം ഈസ് വെരി പ്രഷ്യസ്. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരു കാരണം കൊണ്ടും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നേടിയെടുക്കണം, കൈവിടാൻ പാടില്ല. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഒരു വിഷമമുള്ള ഒരു സത്യം പറയാം. പുതിയതായിട്ട് ഡോക്ടറാകുന്നവർ കുറഞ്ഞ പക്ഷം 1 വർഷമെങ്കിലും ഗ്രാമങ്ങളിൽ സേവനം ചെയ്യണമെന്നൊരു റൂൾസ് ഉണ്ട്. അതുകൊണ്ട് ആ റൂളിനെ ലക്ഷക്കണക്കിന് കാശ് കൊടുത്ത് അവോയ്ഡ് ചെയ്യുന്ന 1000കണക്കിന് ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. ആൻഡ് മൈ റിക്വസ്റ്റ്, നിങ്ങൾ ആരും തന്നെ ആ കൂട്ടത്തിലുണ്ടാവാൻ പാടില്ല. വൈദ്യനാരായണ ഹരി എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങളെല്ലാവരും നല്ലൊരു ഡോക്ടറായി ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് എൻ്റെ ജീവിത സ്വപ്നം. പിന്നെ ഒരു കാര്യം പറയാം, ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഒരു തുണ്ട് പേപ്പറിൽ മരുന്നും ഇഞ്ചക്ഷനൊക്കെ എഴുതി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു രോഗി ഗുണമാകുന്നത് മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും മാത്രമല്ല. അവരുടെ ഞരമ്പ് തുടിപ്പ് അറിയാൻ വേണ്ടി കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അവരുടെ വേദന അറിയണം. കണ്ണിൽ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യം അവരുടെ മനസ്സിലേക്ക് കുടിയേറണം. മരണത്തിലേക്ക് പോകുന്ന ഒരു രോഗി ഇനിയും കുറച്ച് നാൾ കൂടി അതുകൊണ്ട് ജീവിക്കണം. ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അങ്ങനെ വേണം കൊടുക്കാൻ. ഓക്കെ? നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്നേ, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും നല്ലൊരു ഡോക്ടർ ആകണമെന്നുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമാണ്. ഡ്രീം ഓഫ് യുവർ പേരൻസ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. MBBS എന്ന് പറഞ്ഞാൽ വെറും ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി മാത്രമല്ല. MBBS എന്ന് പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇതവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. Now just close your eyes. Imagine yourself graduating from medical college. Imagine yourself wearing a white coat and stethoscope on your neck. Imagine yourself saving someone's precious life. കരയാതെ പെണ്ണെഞ്ചമേ നിൻ പാദവിദൂരമോ, കരയാതെ പെണ്ണെഞ്ചമേ നിൻ പാദവിദൂരമോ, നിൻ ലക്ഷ്യങ്ങളിൽ കൈ തൊടും നേരം വന്നുവോ, നിൻ പാതയിലുള്ള ഉള്ളുകൾ വരം തന്നെയോ, ഉറങ്ങിയവൻ നാടുവാഴില്ല, ഭയന്നവനോ യുദ്ധം ജയിക്കില്ല.
ഹലോ. ഹലോ, ഞാൻ ഡോക്ടർ സുധാകരനാണ് സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഇന്നൊരു പെൺകുട്ടി എക്സാം എഴുതേണ്ട ഒരാവശ്യമുണ്ട്. നിങ്ങൾ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സർ, ഇപ്പോൾ അതെങ്ങനെ നടക്കാനാ സർ? ഞങ്ങൾക്ക് ഹയർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഡേറ്റിൻ്റെ അന്ന് ഹാൾ ടിക്കറ്റ് ഒരു സ്റ്റുഡൻറ്റിന് ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് ഒന്നും നമ്മുടെ ഇല്ല സർ. ഞാൻ ഓൾറെഡി നമ്മുടെ സെൻറ്ററിൽ ജോയിന്റ് സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ തിരിച്ചിപ്പോൾ അവരുടെ പേര് പറയുന്നത് നല്ലതല്ല. സോറി സർ, റൂൾസിനെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതെല്ലാം അറിയാം മാഡം. റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഒന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ലല്ലോ. ഞാനും ഒരു ലോ ഒബൈഡിങ് സിറ്റിസൺ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് സിറ്റിസൺ. നിങ്ങളൊരു സ്ത്രീ ആയിരുന്നിട്ട് പാവം ഒരു പെൺകുട്ടി, അവൾക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഇതെല്ലാം ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ NDA ജോയിന്റ് സെക്രട്ടറി അടുത്ത് സംസാരിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അറ്റ് എനി കോസ്റ്റ് ആ പെൺകുട്ടിക്ക് ഹാൾ ടിക്കറ്റ് കൊടുത്തേ പറ്റൂ. സർ, കോവിഡ് SOP ഉള്ളതുകൊണ്ട് തന്നെ ഉടനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സർ. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ പിന്നെ ഞാനായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക. എനിക്കറിയാം മാഡം, കോവിഡിന്റെ ഇൻചാർജ് മിനിസ്റ്റർ ഞാൻ തന്നെയല്ലേ. ഇപ്പൊ ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ആ കുട്ടി വളരെ ആഗ്രഹത്തോടെ ഇരിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ റൂൾസ് ശരിയാക്കണോ ആൻഡ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് റൂൾസിനകത്ത് ഞാനിപ്പോൾ വന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തരണോ അതെല്ലാം ഞാൻ നേരിട്ട് വന്ന് തരാം. നിങ്ങൾ ആ പെൺകുട്ടിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സർ, ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ഒരു റിട്ടേൺ ലെറ്റർ തരാൻ പറയൂ സർ. ഞാനും എൻ്റെ ഹയർ അതോറിറ്റിയോട് ഒന്ന് സംസാരിച്ച് നോക്കാം സർ. നിങ്ങളൊന്ന് സംസാരിക്കുക. വേണമെങ്കിൽ CMIൻ്റെ അടുത്തൊന്നും ലെറ്റർ മേടിച്ചു തരാം. എൻ്റെ അടുത്തു നിന്നുള്ള ലെറ്ററും ഞാൻ തരാം. നിങ്ങളുടെ ഹയർ അതോറിറ്റിയിൽ നിന്നുള്ള ഡയറക്ഷനും വാങ്ങിത്തരാം. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഡു ഇറ്റ്, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 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 ഹലോ പ്രകാശ്. നമസ്കാരം സർ. സൗന്ദര്യല്ലേ പ്രകാശ്? ഒരുപാട് നാളായല്ലോ. ആ സുഖമാണ് സർ. സർ, താങ്കൾ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി സർ. അതെ പ്രകാശ്, ഞാൻ ഓരോ ദിവസവും ഓരോ ഇഷ്യൂ കാണിച്ച് ട്വീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു 4 പേർക്ക് പ്രയോജനം കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാകും. സർ, നിങ്ങൾ എന്ത് ചെയ്താലും വളരെ നല്ല മനസ്സോടെ കൂടിയാണ് ചെയ്യുന്നത്. ഇതാണ് താങ്കളുടെ ജോലിക്ക് ഒരു പോസിറ്റീവായ എനർജി നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളുടെ നല്ല ബഹുമാനമുണ്ട് സർ. താങ്കൾ എഴുതുന്ന എഴുത്തൊക്കെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു സർ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. താങ്കൾ സമൂഹത്തോട് കാണിക്കുന്ന സ്നേഹം എല്ലാവരും കണ്ടു പഠിക്കണം സർ. അതെ പ്രകാശ്, നമ്മൾ ഓരോ ദിവസവും രാഷ്ട്രീയക്കാരെയോ ഭരണത്തെയോ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് 4 പേർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞത് 100% സത്യമാണ് സർ. അതായത് ഞാൻ വിളിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ ട്വീറ്റ് കണ്ട് സുധാകർ സാറ് ഡൽഹി NTA ജോയിന്റ് സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ട്. CMന്റെ ഓഫീസിന്റെ ഭാഗത്തിൽ നിന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സർ. എക്സലന്റ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടിയെന്നാണ് അർത്ഥം. ഇപ്പോ ചെന്നൈ നോഡൽ ഓഫീസറിന്റെ അടുത്ത് ഡോക്യുമെന്റ് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഒരുപക്ഷെ അവസരം കിട്ടുവാണെങ്കിൽ ആ കുട്ടി ഇൻ ടൈമിന് എക്സാം സെന്ററിലോട്ട് വരണം. ഫാന്റാസ്റ്റിക്. എൻ്റെ ഒരു ട്വീറ്റ് കൊണ്ട് കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. മിനിസ്റ്റർ സുധാകരനോട് എൻ്റെ നന്ദി അറിയിച്ചേക്കൂ. ഓക്കെ സർ. ഓക്കെ പ്രകാശ്, താങ്ക് യു. Good morning, everyone. As all of you are aware that the Supreme Court has decided to conduct the NEET exam for students who have not returned the exams last month, which was to be held on 30 September 2020 due to the COVID-19. Rules and regulations are to follow strictly as usual.
All the procedure in the examination should be conducted without any disruption and mishand. Moreover, we should follow COVID SOPs guideline are given by the state government. Neither be any changes may not any exemption given in any circumstance. As we are aware, we are facing toughest situation of pandemic, of crisis of the entire world. No excuses to be given to any of the state directors and to the staff to modify guideline given by the government. If any person found guilty in the matter, legal action will be initiated. Hope all of you in here would have gone through all the instruction guideline given by the NT. I am sure that you will do out of your responsibility with dignity and decor. Wish you all the best. Thank you. ഹലോ സർ. ഹലോ, ഞാൻ കാർത്തികാണ് സംസാരിക്കുന്നത്. തനുജ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തോളൂ. സ്റ്റുഡന്റിന്റെ പേര് പറയൂ. തനുജ കരേക്കൗഡ. റോൾ നമ്പർ 270401705 ആപ്ലിക്കേഷൻ നമ്പർ 20041566669. ഐ എം സെൻഡിങ് ഓൾ ദ ഡീറ്റെയിൽസ് ടു ദ ഫെസിലിറ്റേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ബൈ ദെൻ എനിക്ക് CM ലെറ്റർ മാത്രം അയച്ചേക്കും. ഷുവർ. ആക്ച്വലി ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റിൻ്റെ ഭാവി വെറുതെ ആവാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് തീർത്തു തന്നാൽ മാത്രം മതി. I'll try my level best to get the approval from Delhi. And also follow up with the facilitating department. Yeah, no problem. ഡോക്യുമെൻ്റ് എൻ്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. തെരുവീഥിയിൽ വീണുകിടക്കുന്ന ജീവിതത്തെ തട്ടിയുണർത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. മുഖ്യമന്ത്രി യെദ്യൂരപ്പയും ജനപ്രതിനിധികളും ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനങ്ങളെ ആശ്വസിപ്പിച്ചു. രാമമൂർത്തി സർ, നമുക്കിനി സമയമില്ല. എല്ലാം പെട്ടെന്ന് റെഡിയാകൂ. CM സർവേനും വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ബാധിച്ച സ്ഥലത്തുള്ള ജനങ്ങളെ സേഫായ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. ഏർപ്പാടാക്കിയ ക്യാമ്പുകളെയൊക്കെ എടുക്കാൻ വേണ്ടി അതാത് ഡിസ്ട്രിക്റ്റിലെ DC-ക്ക് ഇൻഫോം ചെയ്യൂ. യെസ്. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് പ്രദീപ് ഈശ്വരൻ. യെസ്, പ്രദീപ് ഈശ്വർ. നിങ്ങൾ ഈ ലെറ്റർ കൊണ്ടുപോയിട്ട് ഓക്കെ സാർ നീറ്റ് നോഡൽ ഓഫീസറിൻ്റെ കയ്യിൽ കൊടുക്കണം. അവിടുന്ന് അലൊക്കേഷൻ ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് എക്സാം സെൻറ്ററിൽ കൊടുത്തേക്കണം. ഓക്കെ സാർ. ഓക്കെ. താങ്ക് യു സാർ. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ലെറ്റ് മീ നോ. ഉറപ്പായിട്ട് സാർ. താങ്ക് യു സാർ. വെൽക്കം. സാർ, മാഡമിനൊന്ന് കാണണം. അകത്തൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കുറച്ചേരം Center number 24. Any update on that? Yeah, ma'am. I have assigned a special squad regarding that center number 24. I can see some issues in center number 97 too. Miss Jaya, any updates on that? Yes, ma'am.
We are working on it. You may go now. Thank you. Thank you, madam. പോകാമോ? സാർ ഇപ്പോൾ പോവാം. മാഡം നമസ്കാരം, ഞാൻ പ്രദീപ്. നമസ്കാരം. ഡോക്ടർ കാർത്തി സാർ CMന്റെ ഒരു ലെറ്റർ തരാൻ പറഞ്ഞിരുന്നു. Please be seated. താങ്ക് യു. വിദ്യ, ഇത് സ്കാൻ ചെയ്ത് ഡൽഹിക്ക് അയക്കേ. Okay, ma'am. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാഡം. ഹലോ. യെസ്. നിങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഫോൺ ചെയ്യൂ. Excuse me, ma'am. ഈ ലെറ്റർ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കണം. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് മാഡം. ഹലോ. നമസ്കാരം ചേച്ചി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതെയോ സർ? താങ്ക് യു സർ. ഇപ്പൊ നിങ്ങൾ ശരിക്കും എവിടെ എത്തിയത്? ഹൈവേയിൽ വന്നുകൊണ്ടിരിക്കുക സർ. ശരി, തനുജയുടെ അടുത്ത് ഫോൺ എടുക്കാവോ? ആ കൊടുക്കാം സർ, കൊടുക്കാം. തനു. ഹലോ, പറയൂ സർ. ആ തനുജ, നിനക്ക് എക്സാം എഴുതാൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട. ഇതുവരെ സംഭവിച്ചതെല്ലാം തന്നെ മറന്നേക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. 1 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് നോക്കിക്കോ. ചെയ്യാം സർ. എക്സാം സെന്റർ എവിടെയാ സർ? നാഷണൽ കോളേജ് ആലുവ. ഓക്കെ സർ. ഞാൻ ഡ്രൈവറിന് ഫോൺ കൊടുക്കട്ടെ. നിങ്ങൾ ഏതാ ലൊക്കേഷൻ എന്ന് പറഞ്ഞോളൂ സർ. താങ്ക് യു സോ മച്ച് സർ. ചേട്ടാ, അഡ്രസ് പറയുന്നുണ്ടോ ഒന്ന് കേക്കോ? സാർ പറയൂ സാർ. നോക്ക്, ആ കുട്ടിയുടെ ഭാവി ഇപ്പൊ താങ്കളുടെ കയ്യിലാണ് ഉള്ളത്. താൻ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വരുന്നതോ അത്രത്തോളം സേഫ് ആയിട്ട് വരുന്നതും പ്രധാനമാണ്. 1.5 മണിക്ക് മുന്നേ താൻ ആലുവ നാഷണൽ കോളേജിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ സാർ. സാർ വരൂ, അകത്തേക്ക് പോവും. വരൂ മാഡം. നിങ്ങൾ ഐ ഡി കാർഡ് കാണിക്കും. ഐ ഡി കാർഡ് കരുതിൽ പോകൂ മാഡം.
ആരെയാ കാണേണ്ടത്? സെൻട്രൽ ഇൻചാർജിനെ കാണണം. അകത്ത് എക്സാം നടക്കുവാണ്, ആരും അകത്തേക്ക് പോകരുത്. സ്ട്രിക്റ്റ് ഓർഡറാണ്. ഈ ലെറ്റർ അവരുടെ അടുത്ത് കൊടുക്കണം. വരൂ സർ. താങ്ക് യു. സർ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ആ ശരി. ഹലോ സാർ, ലെറ്റർ. ഇതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഷീ ക്യാൻ റൈറ്റ് ദ എക്സാം. ഓക്കെ സാർ. സാർ, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആയേക്കാം. എക്സാം എഴുതാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. എക്സാം എഴുതാനൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റുഡൻറ് ബി ഓൺ ടൈം ഹിയർ. ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പാടില്ല. സാർ, പാലക്കാടിൽ നിന്ന് അവർ വരുന്നത് തന്നെ സാർ, അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ലേറ്റ് 5 മിനിറ്റ് ലേറ്റായി വരുന്നൊരു സ്റ്റുഡൻറ്റിന് എക്സാം അലോട്ട് ചെയ്യുന്നതിന് വേണ്ടി സെൻറ്ററിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനും റീ എക്സാം അലോട്ട് ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ അതെല്ലാവർക്കും പ്രശ്നമാണ്. ആസ് എ ലെക്ചറർ താങ്കൾക്കും ഇത് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് എന്നിരുന്നാലും സോറി, ഐ കനോട്ട് അലോ. ശരി സർ, പ്ലീസ്. ഹലോ സാർ. എവിടെ എത്തി? സാർ, ഇരിഞ്ഞാലക്കുട എത്തി. അവിടെ എത്തിയുള്ളൂ. എന്താന്ന് വെച്ചാൽ സമയം ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ഓൾറെഡി 11:30. സാറില്ല, വന്നേക്കും സാർ. എത്രയായി സാർ? വേഗം വാ, സേഫ് ആയിട്ട് വാ. ആ ശരി സാർ, വന്നേക്കും സാർ, വന്നേക്കാം. ഒരു ചായ എടുക്ക്. എവിടെ എത്തി? സാർ, അങ്കമാലി കഴിഞ്ഞു. വേഗം വാ. ഹൈവേയിൽ ഇങ്ങനെ സ്ലോ ആണെങ്കിൽ സിറ്റിക്കകത്ത് എന്തായിരിക്കും അവസ്ഥ? സമയം പോകുന്നുണ്ട്. വേഗം 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 പ്ലീസ്. ഓക്കെ സാർ, ഓക്കെ. പറയൂ പ്രദീപ്. സാർ, ദയവ് ഇതിനോട് ക്ഷമിക്കണം സാർ. എന്തു പറ്റി പ്രദീപ്? സാർ, എനിക്കൊരു ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാം വേസ്റ്റായിപ്പോയി. അതെന്താ, തനുജ ഇപ്പോഴും എത്തിയിട്ടില്ലേ? ഇനിയും വന്നിട്ടില്ല സാർ. അവർ ഹൈവേയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സാർ. 1.5 മണിക്കകത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്നത് ഒരു കഷ്ടമാണ് സാർ. വാട്ട്? അവരിപ്പോഴും ഹൈവേയിലാണോ ഉള്ളത്? അതെ സാർ.
1 മിനിറ്റ് ലേറ്റ് ആയപ്പോലും എക്സാം ഹാളിനകത്ത് എക്സാം എഴുതാൻ കേട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ സാറിനെ വെറുതെ ശല്യം ചെയ്തു. അങ്ങനൊന്നും ചിന്തിക്കേണ്ട പ്രദീപ്, അതും ഇതുപോലുള്ള കാര്യത്തില്. ഞാൻ നിങ്ങള് അതുപോലെ മിനിസ്റ്റർ, CM എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നോക്കൂ പ്രദീപ്, സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഫലം ലഭിച്ചിരിക്കും. പ്രദീപ്, യാതൊരു കാരണവശാലും ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ, അത് സക്സസ് ആവും. യെസ് സർ, താങ്ക് യു. വണ്ടി നിർത്തിക്കേ, ഫോണ് ഹലോ. സൂപ്പർ സൂപ്പർ, അങ്ങനെ തന്നെ പെട്ടെന്ന്. യെസ്. എന്തു പറ്റി? വാ തനു, വേഗം വാ, വേഗം. എങ്ങോട്ടാ പോകുന്നേ? അയ്യോ സമയമില്ല, വേഗം വാ. എടാ മോനെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ഏയ് തനു, ഹലോ മോനെ, സൂക്ഷിച്ച്. അതിലോ അവിടെ ചെല്ലു. അങ്ങോട്ട് പോ. അകത്തോട്ട് പോ. രണ്ട് ആലുവ മാഡം. ടിക്കറ്റ് ഇല്ല സർ, മെട്രോ കാർഡ് മാത്രമേ ഉള്ളൂ. ശരി, കാർഡ് തരൂ. സർ, കോവിഡ് സമയം ആയതുകൊണ്ട് ക്യാഷ് അലൗഡ് അല്ല, ഓൺലി ഓൺലൈൻ പേയ്മെന്റ്. മാഡം, എൻ്റെ അടുത്ത് ഓൺലൈൻ പേയ്മെന്റ് ഇല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. മാഡം എക്സാം എഴുതണം, 1:30 ആകുമ്പോഴത്തേക്കും നാഷണൽ കോളേജിൽ ഉണ്ടാവണം.
സർ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, കാറുണ്ടെങ്കിൽ അകത്താൻ പറ്റുള്ളൂ. പാസഞ്ചർ വെയിറ്റ് ചെയ്യും, നിങ്ങൾ വഴി മാറിക്കേ. എക്സാം ഉണ്ട് മാഡം, നീറ്റ് എക്സാം ഒരുപാട് ദൂരത്താണ് വരുന്നത്. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ മാഡം. പറയില്ലേ സർ, മറ്റ് പാസഞ്ചേഴ്സ് ഉണ്ട്, വഴി മാറൂ. ഇപ്പൊ എന്താ ചെയ്യാ? ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പ്രദീപ് സാറിനെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, എനി പ്രോബ്ലം? സർ നീറ്റ് എക്സാം എഴുതാൻ പോകണം. ഇവരാണെങ്കിലോ? നിങ്ങൾ പറയുന്നില്ല, ഞാൻ കേട്ടായിരുന്നു. നീറ്റ് എക്സാം അല്ലേ? ദാ കാർഡ് പിടിച്ചോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സർ താങ്ക് യു സർ. ശരി, താങ്ക് യു. ഓക്കെ താങ്ക് യു സർ. ബൈ. ഓൾ ദി ബെസ്റ്റ്. പ്ലാറ്റ്ഫോം 2 ഓൾ ദി ബെസ്റ്റ്. നന്നായി എഴുത്. എല്ലാവരും ഓരോരുത്തരായിട്ട് വരൂ. അവിടെ പോയി ഹോൾ ടിക്കറ്റ് കാണിക്കൂ. പോകാം. അടുത്ത സ്റ്റേഷൻ നാഷണൽ കോളേജ്. നെക്സ്റ്റ് സ്റ്റേഷൻ നാഷണൽ കോളേജ്. Come on!
Come, come, come. Come on, fast. വാ വാ കേറ് കേറ്. തനുജ, നിന്റെ സ്വപ്നം നിറവേറാൻ നല്ലൊരു അവസരമാണ് കിട്ടിയേക്കുന്നേ. അതെ സർ. ഈ അവസരം എല്ലാവർക്കും കിട്ടിയെന്നില്ല. നീ കഷ്ടപ്പെട്ടത് വെറുതെ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു മിനിറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ഈ പ്രതിവത ഫോൺ എടുക്കാത്തത്? മേഡം മേഡം പ്ലീസ് 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 മേഡം പ്ലീസ് പ്ലീസ് മേഡം. ഐഡി കാർഡ് ഉണ്ടോ? ജാക്കറ്റ് റിമൂവ് ചെയ്യൂ. ഹലോ പ്രദീപ്. സാർ, ഇപ്പോഴകത്ത് പോയത് സാർ. എക്സലന്റ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ.
രീതിയിൽ നന്നായി എക്സാം എഴുതട്ടെ എന്ന് ഞാൻ വളരെ ഹൃദയമായി ആശംസിക്കുന്നു. സർ, തനുജയ്ക്ക് എക്സാം എഴുതാൻ പറ്റി സർ. അങ്ങനെയാണോ? യെസ് സർ. വളരെ നല്ല കാര്യം. സിസ്റ്റർ, അറ്റൻഡർ ഇങ്ങോട്ട് വിളിക്കൂ. ഈ 2 ബോഡിയും പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. കഷ്ടം, വെറുതെ 2 ജീവൻ പോയി. ആ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമമെങ്കിലും നടത്തായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഈ കാര്യം വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. എന്നെപ്പോലെ ആരും അനാഥരാവാൻ പാടില്ല. ഞാൻ നന്നായി പഠിച്ച് ഒരു ഡോക്ടറാവും. ഇല്ലെങ്കിൽ അതിനുള്ള ഒരു സഹായിയായി തീരും. കനവുകളാ